നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം HDFC ബാങ്കാണ്. എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും HDFC ബാങ്കിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്ക് റിസൾട്ടുകൾ വലിയൊരു മോശമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 30% അടുത്ത്, ഏകദേശം 26-27% അടുത്ത് ഇത് താഴോട്ട് വന്നു. അതേസമയം നമ്മൾ HDFC ബാങ്കിനായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ICICIയും ആക്സിസും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ബാങ്കുകളൊന്നും ഇതേപോലെ താഴേക്ക് വന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ കരുതപ്പെടുന്ന HDFC ബാങ്ക് മേജർ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയൊരു ബാങ്കായി മാറുകയും അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഒത്തിരി പേർ ആ ഒരു മേജർ കഴിഞ്ഞതിന് ശേഷം ബാങ്കുകൾ ജീവിതത്തിൽ വാങ്ങിക്കാത്തവർ പോലും ബാങ്ക് സ്റ്റോക്ക് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു. അവരെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് HDFC ബാങ്ക് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഒത്തിരി പേർ ചോദ്യങ്ങൾ ചോദിച്ചത്, ഇനി ഭാവിയിലേക്ക് എന്താണ്, അല്ലെങ്കിൽ HDFC ബാങ്കിന് എന്താണ് പറ്റിയത് എന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, സാധാരണ രീതിയിൽ ഞാൻ ഒരു ബാങ്കുകളുടെയും സ്റ്റോക്കുകൾ വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിൻ്റെ ഷെയർസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയുന്നത് എന്തെങ്കിലും ഒരു ബയസ് ഉണ്ട് എന്ന് കരുതി പക്ഷപാതപരമായിട്ട് പറയുന്നതാണ് എന്ന് കരുതരുത്. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഡേറ്റാ പോയിൻറ്റ്സ് അത് മാത്രം വെച്ചിട്ട് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ ഈ ബാങ്ക് സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് വർഷങ്ങളോളം ആ ഒരു സ്റ്റോക്കിൻ്റെ ഗതി അതേ അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് കരുതരുത്. പോസിറ്റീവ് ആണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നെഗറ്റീവ് ആയിരിക്കണം എന്നില്ല. നമ്മൾ അനലൈസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ 2 ക്വാർട്ടർ. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ ഏത് കമ്പനിയെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ ഫിനാൻഷ്യൽസ് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് HDFC ബാങ്കിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ അവലംബിച്ചിട്ടുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് താഴേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ വലിയ മോശപ്പെട്ട കുറേ ന്യൂസുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടിയും ബാങ്കിൻ്റെ ചെയർമാൻ്റെ പെട്ടെന്നുള്ള ഒരു റെസിഗ്നേഷൻ, അതുപോലെ തന്നെ റീറ്റെയിൽ ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ ഹെഡിനെ ഫയർ ചെയ്തത്, MSRDCയുടെ പെനാൽറ്റി, സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ബാങ്കിൻ്റെ ഷെയർസിനെ താഴേക്ക് വലിച്ചത് എന്നുള്ളതാണ് സത്യം. ബാങ്കിൻ്റെ ഫിനാൻഷ്യൽസ് തന്നെ കുറച്ച് ഒരു മോശമായി എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പങ്ങളില്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, HDFC എന്ന് പറയുന്നത് ഭീമാകാരനായിട്ടുള്ള ഒരു ബാങ്കാണ്. ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇല്ല എന്നാണ് ഉത്തരം. പക്ഷെ എങ്കിൽ പോലും ഈ ബാങ്കിനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അനാലിസിസ് ഫേംസ് അത്ര പോസിറ്റീവായിട്ട് കാണാത്തതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാല്യൂഷൻ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ ശേഷം 2ന്റെ അടുത്താണ്. അത് PE ആണെങ്കിൽ 1.4 എന്നൊക്കെ, PE ആണെങ്കിൽ ഏകദേശം 14x എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവയൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ലോൺ ഗ്രോത്ത് 15% ഉണ്ട്, ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഏകദേശം അത്രയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സാധാരണ രീതിയിൽ ചില ബാങ്കുകളുടെ പ്രശ്നം വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൊണ്ട് ലോൺ ഗ്രോത്ത് കാര്യമായിട്ടുണ്ടാകും, പക്ഷേ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടാകില്ല. അതോടുകൂടിയിട്ട് ബാങ്കിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഡെപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. പക്ഷെ ആ ഒരു തരത്തിലുള്ളൊരു പ്രഷർ സത്യം പറഞ്ഞാൽ HDFC ബാങ്കിന് ഇന്നില്ല. പിന്നെ എന്താണ് ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എല്ലാവരെയും കുറച്ചൊന്ന് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് പണം കടം കൊടുക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന ലാഭം അത് ഏകദേശം 3.26 ആക്സിസിനെയും ICICIനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മോശപ്പെട്ട ഒരു ഫിഗറാണ് ഉള്ളത്. അതുപോലെ കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ നിന്നും അതുപോലെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഉള്ള പണം ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ അകത്ത് എത്ര % ആണെന്നുള്ളതാണ്. അത് 32%. അതായത് ബാക്കിയുള്ള ഏകദേശം 68% അടുത്ത് വരുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള FD പോലെയുള്ളതൊക്കെ ആണ്. അതായത് കടം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം വലിയ പലിശക്കാണ് വാങ്ങിക്കുന്നതാണെന്ന അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻസ് കുറഞ്ഞിരിക്കുന്നത് മറ്റു ബാങ്കുകളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു 32% എന്നതിൽ നിന്ന് ഒരു 35% ആയാൽ തന്നെ ബാങ്കിന്റെ ഫിനാൻഷ്യൽസിന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് ബാങ്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ എന്തുമാത്രം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്, അതിപ്പോൾ 14%. ഒരു 15-14% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാങ്ക് ഒരു അട്രാക്റ്റീവ് വാല്യൂഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ കരുതാൻ കഴിയും. അസറ്റ് ക്വാളിറ്റിയെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല. HDFC സംബന്ധിച്ച് സൂപ്പർബ് എന്നൊക്കെ ഉള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ക്യാപിറ്റൽ അഡിക്വസി 20%, അതും സൂപ്പർബാണ്. ഗ്രോസ് NPA എന്ന് പറയുന്നത് 1.17. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് കാർഷിക കടങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വെറും 0.8% മാത്രമേ ഉള്ളൂ. അതൊരു ഫിനോമിനായിട്ടുള്ള നമ്പറാണ്. കൂടാതെ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള HDB ഫിനാൻസ്, HDFC AMC ഇതേപോലുള്ള കമ്പനികളിൽ നിന്നുള്ള വരുമാനവും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും കാസയും
ഇവ രണ്ടും ഈ ഒരു വലിയ ബാങ്കിനെ ബോധം ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് HDFC ബാങ്ക് മേജർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു മേജറിന്റെ ഹാങ് ഓവറിൽ നിന്നും മാറുകയോ സ്റ്റെബിലൈസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ബ്രാഞ്ചസ് എല്ലാം വളരെയധികം പെട്ടെന്ന് ഒരു എക്സ്പ്ലോസീവ് നേച്ചറിൽ അങ്ങോട്ട് വളർന്നു, എണ്ണം കൂടി. പക്ഷേ അതനുസരിച്ച് സിസ്റ്റംസോ ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ക്വാളിറ്റിയോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവസാനത്തെ കാര്യം നിക്ഷേപകർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. താരതമ്യേന ഒരു ബാങ്കിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ലാത്തൊരു കാലമാണ് ടെമ്പററി ആയിട്ടുള്ള ഫിനാൻഷ്യൽ നമ്പേഴ്സ് ആയിട്ടുള്ള കാസയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും ഒക്കെ തരുന്നത്. വാങ്ങിക്കേണ്ടവർക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സമയമാണ്. കാരണം ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പക്ഷേ വാങ്ങിക്കുന്നവർ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് മുഴുവൻ പണവും കൊണ്ടുപോയിട്ട് ഒരു സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബാങ്കിനകത്തു നിന്നുള്ള റിട്ടേൺസ്, ബാങ്കിങ് ഷെയർസിൻ്റെ അകത്ത് സാധാരണ എന്തുമാത്രം റിട്ടേൺസ് ലഭിക്കും ഒരു വർഷം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പലരും വരുമ്പോൾ എല്ലാവരും ഒരു മിനിമം 20 മുതൽ 25% വരെയെങ്കിലും വാർഷിക റിട്ടേൺസ് പ്രതീക്ഷിച്ചാണ് വരുന്നത്. അത്രയുമുള്ള റിട്ടേൺസ് ബാങ്കിങ് ഷെയർസിൻ്റെ അകത്തുനിന്ന്, പ്രത്യേകിച്ച് ഭീമാകാരനായിട്ടുള്ള HDFC പോലത്തെ ഒരു ബാങ്കിൽ നിന്ന് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഒരു 10 മുതൽ 15% വരെയുള്ള ഒരു വാർഷിക റിട്ടേൺസ് മാത്രമേ ഇന്നത്തെ രീതിയിൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് HDFC ബാങ്കിൽ നിന്നും അടുത്ത ഒരു 2 വർഷത്തേക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും HDFC ബാങ്കിലെ നിക്ഷേപം വളരെ സുരക്ഷിതമായിരിക്കും. താരതമ്യേന ബാക്കി വലിയ ബാങ്കുകളെ, പ്രൈവറ്റ് ബാങ്കുകൾ വെച്ച് നോക്കി കഴിയുമ്പോൾ HDFC ബാങ്ക് കടന്നു പോകുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ്. അതിൻ്റെ ഒരു ടർബുലൻസ്, ഇളക്കങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവേണൻസിനോ അസറ്റ് ക്വാളിറ്റിക്കോ ഒന്നും കാര്യമായിട്ട് വലിയ കുഴപ്പമുണ്ട് നമുക്ക് കരുതാനില്ല. അപ്പോൾ അതുകൊണ്ട് റിസ്ക് കുറഞ്ഞ റിട്ടേൺസ്, ലോ റിസ്ക് ലോ റിട്ടേൺസ് എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രം ഏതെങ്കിലും ഒരു ബാങ്കിൽ കണ്ണുവയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവരെ സംബന്ധിച്ച് ഭീമാകാരന്മാരായിട്ടുള്ള ബാങ്കുകളെക്കാളും എപ്പോഴും നല്ലത് കുഞ്ഞു ബാങ്കുകളോ NBFCയോ ആയിരിക്കും. 2 വർഷത്തിലേറെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബാങ്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.